പ്രാവശ്യത്തെ ഒളിമ്പിക്സ് പാരീസിലായിരുന്നില്ലേ? പാരീസിൽ ഒളിമ്പിക് വില്ലേജ് ഉണ്ടായിരുന്നു. അവിടെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള അല്ലെ വൈറൽ ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് മഫിനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതെന്താ അത്ര ടേസ്റ്റ് എന്നുള്ളത് നമുക്കിപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ പറയാമേ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഓൾ പർപ്പസ് ഫ്ലോറിലെ മൈദ 1.25 കപ്പ് ഉണ്ട്. 1.25 കപ്പ് അല്ലെങ്കിൽ 220 ഗ്രാംസ് ആണ്. അപ്പോൾ അതെടുത്തു. അതിലോട്ട് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ ഇത് 1/2 ടീസ്പൂണാണ്. ബേക്കിംഗ് സോഡ ഉണ്ട് 1 ടീസ്പൂൺ. സോൾട്ട് ഉണ്ട് 1/2 ടീസ്പൂൺ. അതിലേക്ക് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ്. ഇത് 1/2 കപ്പാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു കഥ പറയട്ടെ. അടുത്ത് ഒരു വൈസ് ലേഡി ഉണ്ടായിരുന്നേ. വൈസ് ലേഡി ഇങ്ങനെ ഭയങ്കര ബേക്കറായിരുന്നു, നന്നായിട്ട് കുക്ക് ചെയ്യായിരുന്നു. ഒരു പ്രായമുള്ള സ്ത്രീയാണ്. അപ്പോൾ അവർ കുക്ക് ചെയ്യുന്നതിനെ പറ്റി എല്ലായിടത്തും വലിയ പ്രശസ്തിയായിരുന്നു, എങ്ങനെ നല്ല ബേക്കിംഗ് ആണെന്നൊക്കെ. അങ്ങനെ ഒരു ദിവസം ദൂരെ നാട്ടിൽ നിന്ന് ഒരു യങ് ആയിട്ടുള്ള ബേക്കർ വന്നു. ഇതെന്താ ഇതിൻ്റെ പുറകിലുള്ള, അത് പ്രത്യേകിച്ച് അവർ ചോക്ലേറ്റ് മഫിൻസ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. അതെന്താ ഇത്ര നല്ലത്, എന്താ അതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് അറിയാനാണ് പുള്ളി വന്നത്. അത് ആ സ്ത്രീയെ കണ്ട് ചോദിച്ചു. ആകുമ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നിന്നെ ഞാൻ കുക്ക് ചെയ്യാൻ കാണിക്കാം. അങ്ങനെ കുക്ക് ചെയ്യാൻ വേണ്ടി മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് അതിലോട്ട് ഷുഗർ 1 കപ്പ് ഷുഗർ ആഡ് ചെയ്തു. എന്നിട്ട് പിന്നെ അതിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്തു. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു. അവരെന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് വേറെ ഒരു പാത്രത്തിലോട്ട് 2 മുട്ട, ഇതിലോട്ട് ഓയിൽ, വെജിറ്റബിൾ ഓയിലാണ് 1/2 കപ്പായിരുന്നു. രണ്ടും കൂടെ നടുവിക്കുക. അപ്പോൾ എന്തിനും ആ സ്ത്രീ അയാളെ വിളിച്ചുകൊണ്ട് പോയി ചെയ്യാൻ കൊണ്ടുപോയി. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു, ഇത്ര നല്ല ടേസ്റ്റ് വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ബട്ടർ മിൽക്ക് അതിലേക്ക് ആഡ് ചെയ്യണം. ബട്ടർ മിൽക്ക് ആഡ് ചെയ്തു. അതും ആഡ് ചെയ്തിട്ട് വീണ്ടും ആ യങ് ബേക്കർ ചോദിച്ചു, ഇത്രയും സാധനമുള്ളോ, ഇനി എന്താ ആഡ് ചെയ്യുന്നത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇത്രയും സാധനങ്ങളെ ആഡ് ചെയ്യത്തുള്ളൂ, പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യും, അത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞേ. അപ്പോൾ അവന് ഭയങ്കര ആകാംക്ഷ, എന്താ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്നറിയാൻ വേണ്ടി. അപ്പോൾ അവർ പറഞ്ഞു, ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യാം. ഈ വെറ്റ് ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടി ഡ്രൈക്കകത്ത് ഒഴിക്കാൻ പോണേ. പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഓവർ മിക്സ് ചെയ്യരുത്, ആവശ്യത്തിന് മിക്സ് ആയാൽ മതി. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എന്താ അതിൻ്റെ സീക്രട്ട് എന്ന് വെച്ചാൽ, ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ലവ് ഇടും, സ്നേഹം എല്ലാം ഇട്ടതിന് ശേഷം ഇതിലേക്ക് സ്നേഹം ആഡ് ചെയ്യും. സ്നേഹം ആഡ് ചെയ്ത് അപ്പോൾ അയാൾക്ക് അത്ഭുതമാണ് ചിലങ്ങനെ അന്നേരം പറഞ്ഞു, നീ ഉണ്ടാക്കുമ്പോൾ ആലോചിക്കണം, ഇത് കഴിക്കുന്ന ആൾ, ഈ മഫിൻ കഴിക്കുന്ന ആളുടെ മുഖത്ത് അത് കഴിക്കുമ്പം വരുന്ന സന്തോഷവും അവരുടെ ഹൃദയത്തിൽ കിട്ടുന്ന വാംത്തും ഒക്കെ നീ മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം ഇത് ഉണ്ടാക്കാൻ. അങ്ങനെ ആകുമ്പോൾ അത് നല്ല സൂപ്പറായിട്ട് വരും എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, നമ്മൾ ഏത് ഇൻഗ്രീഡിയൻ്റ് ഇട്ടാലും അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഇൻഗ്രീഡിയൻസോ മെത്തേഡ്സോ ഒന്നുമല്ല, പക്ഷേ നമ്മളതിൽ ലവും കെയറും അവിടെയൊക്കെ പുട്ട് ചെയ്തിട്ട് വരുന്നതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ മോറൽ ഓഫ് ദ സ്റ്റോറി എന്താ വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പം നല്ല മനസ്സോടെ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അതിന് മികച്ച റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടോ, മിക്സാക്കി ഞാൻ ഇതിനകത്ത് കുറച്ച് ലവ് ആഡ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലോട്ട് ചോക്ലേറ്റ് ചങ്ക്സ് ആണ്, ഡാർക്ക് ചോക്ലേറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ ചിപ്സ് ഇട്ടാലും മതി. 1 കപ്പുണ്ട്. ഇതും കൂടി ഇട്ടിട്ട് ഒരുപാട് കുഴക്കരുത്, മിക്സ് ചെയ്യരുത്. അങ്ങനെ ഒത്തിരി ഓവർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മഫിൻസ് ഹാർഡായിപ്പോവും. ആവശ്യത്തിന് മാത്രം ഫോൾഡ് ചെയ്താൽ മതി. അങ്ങനെ ആ മനുഷ്യൻ തിരിച്ച് അവൻ്റെ നാട്ടിൽ പോയി ഈ സ്ത്രീ പറഞ്ഞ പോലെ, ഈ വൈസ് വുമൺ പറഞ്ഞ പോലെ ഉണ്ടാക്കി, സ്നേഹമൊക്കെ ഇട്ട് സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് ഉണ്ടാക്കി. അയാളുടെ മഫിൻ കഴിച്ചവരും ഒക്കെയും അത്ഭുതപ്പെട്ടു, ഇങ്ങനെ ഇത്ര ടേസ്റ്റ് വരുന്നു. ഇതെല്ലാം ഇട്ടു. ഇനിയും ഇതിലോട്ടുണ്ടല്ലോ വെനില എക്സ്ട്രാക്റ്റും കോഫി പൗഡർ ആഡ് ചെയ്യണം. വെനില എക്സ്ട്രാക്റ്റ് ഞാൻ ആഡ് ചെയ്യുമ്പോൾ 1 ടീസ്പൂൺ എടുക്കണം. ഇതിലേക്ക് കഥ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് ഞാൻ ഈ കോഫി പൗഡർ ഇടാൻ മറന്നുപോയതാണ്. ഇത് നേരത്തെ ഇടണമായിരുന്നു. 1/2 ടീസ്പൂൺ മതി. കാര്യം ഈ 1/2 ടീസ്പൂണ് ഈ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറിനെ എൻഹാൻസ് ചെയ്യുമേ. 1/2 ടീസ്പൂൺ. അപ്പോൾ ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്തിട്ട് ഒഴിക്കാം.
നിങ്ങൾ നേരത്തെ ഇടണം, ഈ ചോക്ലേറ്റ് ചങ്ക്സ് ഇടുന്നതിന് മുമ്പേ അതിടണം കേട്ടോ. അപ്പോൾ ഇത് കലക്കി ഇതിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാം. ഏത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്താലും മതി. എസ്പ്രസ്സോ ഉണ്ടെങ്കിൽ ബെസ്റ്റ്. എനിക്കതില്ലാതെ ഞാൻ നെസ്കഫേ എടുക്കും. എല്ലാം ഇട്ടു കഴിഞ്ഞു. ഇതൊന്നും കൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ മഫിൻ റെഡിയായി. അപ്പോൾ നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ സിൻസിയറായിട്ട് ആത്മാർത്ഥത്തോടെ കുറച്ച് ലവൊക്കെ ഇട്ട് സ്നേഹമൊക്കെ ഇട്ട് കുഴച്ച് മറിച്ച് കൊടുത്താൽ ആർക്കുണ്ടാക്കി കൊടുത്താലും അത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് വരും എന്നാണ് സാരം. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രാവശ്യം, നല്ലതായിരിക്കും. ഇത് മോളിലേക്ക് മാറ്റാൻ പോവാം. അപ്പോൾ ഞാൻ ഐസ്ക്രീം സ്കൂപ്പറാണ് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ കറക്റ്റ് അങ്ങോട്ട് വീഴാൻ എളുപ്പം. അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻഡേർഡിൽ ഒരു 10-12 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ പിന്നെ സൈസ് വലുതും ചെറുതും ആക്കുന്നതനുസരിച്ച് നിങ്ങളുടെ മഫിൻ ട്രേയുടെ അനുസരിച്ച് സൈസ് മാറും. എന്നറിയോ, ഈ പ്രാവശ്യം ഈ വൈറൽ വില്ലേജ് ഹിറ്റ് ആവാൻ കാരണം നല്ല റിച്ച് ആണ് ചോക്ലേറ്റ് ഫ്ലേവറും കൊണ്ടിത്. അതുപോലെ നല്ല മോയിസ്നെസ്സും സ്വീറ്റ്നെസ്സും രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്ത് വന്ന കേക്കാണ്. അതായിരുന്നു ഇത് ഹിറ്റായിപ്പോയത്. അത് കൂടാതെ ഇത് പെട്ടെന്ന് അവർക്ക് എനർജി കിട്ടുന്നതായിരുന്നു, എനർജി ബൂസ്റ്റ് ആയിരുന്നു ഇത് കഴിക്കുമ്പോഴേ. അവിടെ കളിക്കാനും ഒക്കെ പാർട്ടിസിപ്പൻ്റായിട്ട് വന്നവർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഹിറ്റായിപ്പോയത്. ഇനി ഇതിൽ കുറേച്ചത് ഒഴിക്കും, ഇതിലൂടെ ഒഴിക്കും. ഇത് 375 ഡിഗ്രി ഫാരൻഹൈറ്റിൽ 18 to 22 മിനിറ്റ്സ് വെച്ചാൽ മതി. പിന്നെ എല്ലാവരുടെയും അവനൊക്കെ വ്യത്യാസപ്പെടുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് നോക്കണം. അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞ് ഇതുകൊണ്ട് ബേക്ക് ചെയ്ത് എടുത്തുകൊണ്ട് വരാമേ. അങ്ങനെ നമ്മുടെ ഒളിമ്പിക് വില്ലേജിൽ വൈറലായിട്ടുള്ള എനർജി ബൂസ്റ്റർ ആയിട്ടുള്ള മഫിൻസ് റെഡിയായി. ഇളക്കിയെടുക്കാം. എന്ത് എളുപ്പം. ഞാൻ 22 മിനിറ്റ്സ് വെച്ചായിരുന്നേ. ഞാൻ പറഞ്ഞായിരുന്നു 18 to 22 മിനിറ്റ്സ് ആണെന്ന്. ഞാൻ 20 മിനിറ്റ്സ് കഴിഞ്ഞ് ചെക്ക് ചെയ്തു, പക്ഷെ ആയില്ല. 22 മിനിറ്റ്സ് ആയിരുന്നു. അപ്പോൾ കണ്ടോ, ഒരെണ്ണം ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. കഴിക്കണ ഒരെണ്ണം മുറിച്ച് നോക്കാം. ആ മോയിസ്റ്റ് ആണെന്ന് നമുക്ക് മുറിക്കുമ്പോഴേ കാണുമ്പോൾ ചോക്ലേറ്റ് ചങ്ക്സ് ഒക്കെ മെൽറ്റായിട്ട് കണ്ടോ. ഉണ്ടാക്കാം, കഴിച്ചുകൂടെ നോക്കട്ടെ. മെൽറ്റായി പോകാൻ വായിൽ അങ്ങനെ മെൽറ്റായി പോകുന്നു ടേസ്റ്റ്. ആ കോഫി പൗഡർ ഇട്ടില്ലേ, നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ മോർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നല്ല ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട്. മോയിസ്റ്റ് ആണ്, ഒട്ടും മധുരം കൊടുത്തില്ല, എക്സാക്ട് മധുരമാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റ്, ഗ്യാരണ്ടി, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ വൈറലായിട്ടുള്ള ഒളിമ്പിക് വില്ലേജിലെ മഫിൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.